അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദശകം 90 കേൾക്കാം. ഹരി ഓം. നമ്മൾ നാരായണീയം 89 ദശകം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 90ാമത്തെ ദശകമാണ് പഠിക്കുന്നത്. ദശകം 90. വിഷ്ണുമഹത്വ സ്ഥാപനം. മൃഗമൃഗുമയോഹിന്യംബരീഷാദിവ്രേത്തേഷു അയിതവഹി മഹത്വം സർവശർവാദിചൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാവാദഭിന്നം കിമപി യദവ ഭാതം തഥ്യരൂപം തവൈവ. ഐ പരമാത്മൻ, അളിയോ പരമാത്മാവായ ഗുരുവായൂരപ്പ. ഋഗ ഭൃഗു മുനി മോഹിനി അംബരീഷാദി വൃത്തേഷു. വൃകാസുരൻ, ഭൃഗുമുനി, മോഹിനി, അംബരീഷാദി കഥകളിലെ തവഴി മഹത്വം, അങ്ങയുടെ മഹത്വം, സർവശർവാദിചൈത്രം ഇഹ സ്ഥിതം, രുദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരെയും ജയിക്കുന്നതായിട്ട് ഈ ഭാഗവതത്തിൽ ഇഹ സ്ഥിതം സിദ്ധാന്തിച്ചിരിക്കുന്നു. ഈ ഭാഗവതത്തിൽ സിദ്ധാന്തിച്ചിരിക്കുന്നു. നിഷ്കളാ വാഗഭിന്നം കിമപി യത് അവഭാതം. സകല നിഷ്കള രൂപങ്ങളിൽ നിന്നും അഭിന്നമായി അനിർവചനീയമായി യാതൊന്ന് പ്രകാശിക്കുന്നതായിട്ടുണ്ടോ? തത് രൂപം, ആ ചൈതന്യം, തവ ഏവഹി, അങ്ങയുടെ തന്നെ ആകുന്നുവല്ലോ. പരമാത്മാവായ ശ്രീ ഗുരുവായൂരപ്പ. വൃകാസുരൻ, ഭൃഗുമുനി, മോഹിനി, അംബരീഷൻ തുടങ്ങിയവരുടെ കഥകളില് അങ്ങയുടെ മഹിമ തന്നെയാണല്ലോ ഉള്ളത്. രുദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരെയും ജയിക്കുന്നതായി ഈ ഭാഗവതത്തില് സിദ്ധാന്തിച്ചിരിക്കുന്നത്. സകല നിഷ്കള രൂപങ്ങളിൽ നിന്നും അഭിന്നമായി അനിർവചനീയമായി യാതൊന്ന് പ്രകാശിക്കുന്നുവോ അത് ആ ചൈതന്യം അങ്ങയുടേത് തന്നെ ആകുന്നുവല്ലോ. ഇനി രണ്ടാമത്തെ ശ്ലോകം. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സവികുണ്ഠപദസ്ത്വമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം, അതായത് ശൈവന്മാര് മൂർത്തിത്രയം, ഈശ്വരൻ, സദാശിവൻ എന്ന് പറഞ്ഞു വരുന്ന പഞ്ചകം. യത് രാഹു, യാതൊന്നുണ്ടോ, അസ്മിൻ സദാശിവ പരാത്മ വപുത്വം ഏവ, അസ്മിൻ അതിലെ സദാശിവ പരാത്മ വപുത്വം ഏവ, അതായത് അഞ്ചാമത്തെ മുഖ്യമായ സദാശിവൻ പരാത്മ സ്വരൂപിയായ ഭഗവാൻ തന്നെയാണ്. തത്ര ഈശ്വര തു, അതിൽ ഈശ്വരൻ എന്നതാകട്ടെ വികുണ്ഠപദ സത്വം ഏവ, അതും വൈകുണ്ഠനാഥനായ അങ്ങ് തന്നെയാകുന്നു. പുനഃത്രിഭാഗേ, അവിടുന്ന് 3 ഭാഗമുള്ള സത്യപദേ ത്രിത്വം ഭജസി, സത്യലോകത്തിലെ ത്രിത്വം ഭജസി, ത്രിമൂർത്തിഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ശൈവന്മാർ മൂർത്തിത്രയം, ഈശ്വരൻ, സദാശിവൻ എന്ന് പറഞ്ഞു വരുന്ന പഞ്ചകം യാതൊന്നുണ്ടോ അതിൽ അഞ്ചാമത്തേതായ മുഖ്യമായ സദാശിവൻ പരമാത്മസ്വരൂപിയായ അവിടുന്ന് തന്നെ ആകുന്നു. അതിൽ ഈശ്വരൻ എന്നതാകട്ടെ വികുണ്ഠപദനായ വൈകുണ്ഠവാസിയായ അങ്ങ് തന്നെയാകുന്നു. അവിടുന്ന് തന്നെ 3 ഭാഗമുള്ള സത്യലോകത്തിലെ ത്രിമൂർത്തി ഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ശ്ലോകം. തത്രാവിസാത്വികതനം തവ വിഷ്ണുമാഹു ധാതാതു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വോത്കടത്വം വിചാസിതമോ വികാര ചേഷ്ടാദിജം തവ ശങ്കരനാമി മൂർത്തൗ. തത്ര അഭി, ആ ത്രിമൂർത്തികളിൽ വെച്ചിട്ട് തവ സാത്വികതനും, അങ്ങയുടെ സത്വപ്രധാനമായ മൂർത്തിയെ വിഷ്ണു ആഹു, വിഷ്ണു എന്ന് പറയപ്പെടുന്നു. ധാതാതു, ബ്രഹ്മാവാകട്ടെ സത്വവിരള,
സത്വഗുണം കുറഞ്ഞ് രജസ ഏവ പൂർണ്ണ രജോ ഗുണം നിറഞ്ഞവനാകുന്നു. ബ്രഹ്മാവിന് രജോ ഗുണാണ്. തവ ശങ്കരനാമി മൂർത്തൗ സത്വോത്കടത്വം അഭിച്ച തമോ വികാരം ചേഷ്ടാധികം ച അസ്തി. അതായത് അവിടുത്തെ ശങ്കരനെ എന്ന് പറഞ്ഞ മൂർത്തിക്ക് തമോ വികാരാണ്. ആ ത്രിമൂർത്തികളിൽ വെച്ചിട്ട് അങ്ങയുടെ സത്വപ്രധാനമായ മൂർത്തിയെ വിഷ്ണു എന്ന് പറയുന്നു. ബ്രഹ്മാവാകട്ടെ സത്വഗുണം വളരെ കുറഞ്ഞ രജോ ഗുണം നിറഞ്ഞവനാകുന്നു. അവിടുത്തെ ശങ്കരൻ എന്ന് പറയുന്ന മൂർത്തിയിൽ സത്വഗുണാധികവും തമോ ഗുണപ്രധാനമായ പ്രവൃത്തികളും രൗദ്രകർമ്മങ്ങൾ ഭവിക്കുന്നു. ഇനി 4-ാമത്തെ ശ്ലോകം. ത്രിമൂർത്യധികരം പരപൂരുഷം ത്വാം സർവാത്മനാഭി ഖലു സർവമയത്വഹേതോ സംസന്യുപാസനവിതോ തദാ വിശ്വദസ്തു തത്രോപമിത്യതിദൃഢം ബഹുനാ പ്രമാണം. ത്രിമൂർത്യധികതം തം ച ത്വാം. ത്രിമൂർത്തികളിലും മേലെയുള്ള ഈശ്വരനായ അങ്ങയെയും പരപൂരുഷം ച ത്വാം പരമാത്മാവായ അങ്ങയെയും സർവമയത്വ ഹേതോ ഉപാസനവിധോ സർവാത്മാവകയാൽ ഉപാസന വിധിയില് സർവാത്മന അഭിശംസന്തി ഖലു. പൗരാണികന്മാര് ശിവസ്വരൂപനായ തത്വം അറിയുന്നവരായിട്ട് പറയുന്നു. തദപി സ്വതത്വ തദ്രൂപം ഇതി. എങ്കിലും പരമാർത്ഥമായിട്ട് ആ ശിവസ്വരൂപവും അവിടുത്തെ സ്വരൂപവും തന്നെ ആണ്. അതിദൃഢം ബഹുപ്രമാണം. ഞാൻ പറഞ്ഞാൽ നമുക്ക് അതിദൃഢം ഉറച്ചതാണ്. എന്താണ്? ബഹുപ്രമാണം. അങ്ങനെ പ്രമാണങ്ങൾ ധാരാളം ഉണ്ട് എന്നാണ് പറയുന്നത്. ത്രിമൂർത്തികളിലും മേലെയുള്ള ആ ഈശ്വരനായ അങ്ങയെയും പരമാത്മാവായ അങ്ങയെയും സർവാത്മാവാകയാൽ ഉപാസന വിധിയിൽ ശിവസ്വരൂപനായും തത്വം അറിയുന്നവർ, അതായത് പൗരാണികർ പറയുന്നു. എങ്കിലും പരമാർത്ഥമായിട്ട് ആ ശിവസ്വരൂപവും അവിടുത്തെ സ്വരൂപം തന്നെ ആണെന്ന് നമുക്ക് ഉറച്ച ധാരാളം പ്രമാണങ്ങൾ ഉണ്ട്. ഇനി 5-ാമത്തെ ശ്ലോകം. ശ്രീശങ്കരോപി ഭഗവാൻ സകലേഷു താവത് ത്വാമേവ മാനയതി യോ ന ഹേ പക്ഷപാലേ ത്വന്നിഷ്ടമേവ സഹി നാമ സഹസ്രകാലേ വ്യാഖ്യാപവസ്തുതി പരശ്ച ഗതിം ഗതോന്ദേ. ഭഗവാൻ ശ്രീ ശങ്കര അപി സകലേഷു താവത്. ഭഗവാനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളും സകലന്മാരിൽ വെച്ചിട്ട് ത്വാം ഏവ മാനയതിഹി, അങ്ങേ തന്നെയാണ് ബഹുമാനിക്കുന്നത്. യ പക്ഷപാതി ന, അദ്ദേഹമാകട്ടെ പക്ഷപാതി അല്ല. സഹി നാമ സഹസ്രകാരി തന്നിഷ്ടം ഏവ വ്യാഖ്യാൻ. എന്തെന്നാൽ അദ്ദേഹം ഭഗവാന്റെ സഹസ്രനാമം വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അന്തേ അവ സ്തുതിപര ഗതി ഗതച്ച. അവസാനത്തിലെ ശങ്കരാചാര്യരെ അങ്ങേ സ്തുതിച്ചിട്ട് അങ്ങയുടെ പരമഗതി പ്രാപിക്കുകയും ചെയ്തു. ഭഗവാനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികളും സകലന്മാരിൽ വെച്ച് അങ്ങയെ തന്നെ ബഹുമാനിക്കുന്നു. അദ്ദേഹമാകട്ടെ പക്ഷപാതി അല്ല. എന്തെന്നാൽ അദ്ദേഹം സഹസ്രനാമം മുതലായവ ഭഗവത്പരമായിട്ട് തന്നെ വ്യാഖ്യാനിക്കുകയും അന്ത്യകാലത്തിൽ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് തന്നെ സദ്ഗതി പ്രാപിക്കുകയും ചെയ്തു. ഇനി 6-ാമത്തെ ശ്ലോകം. മൂർത്തിത്രയാദിതുമുവാച ച മന്ത്രശാസ്ത്ര സ്യാദോ കളായ സുഷമം സകലേശ്വരം ത്വാം ധ്യാനഞ്ച നിഷ്കളമസൗ പ്രണവേ ഖലു ത്വാമേവ തത്ര സകളം നിജഗാധനാന്യം. അസൗ, ഈ ആചാര്യസ്വാമികള് മന്ത്രശാസ്ത്രസ്യ ആദോ, മന്ത്രശാസ്ത്രത്തിന്റെ ആരംഭത്തില് സകലേശ്വരം കളായ സുഷമം ത്വാം മൂർത്തിത്രയാധികം ഉവാച. സകലേശ്വരം എന്ന് പറഞ്ഞാല് സകലേശ്വരനും, കളായ സുഷമം എന്ന് പറഞ്ഞാല് കായാമ്പുവിന് തുല്യമായ ശോഭിക്കുന്നതായിട്ടുള്ളത്. ത്വാം ത്രിമൂർത്തിത്രയാധികം ഉവാച.
ത്രിമൂർത്തികൾക്കും മേലെയുള്ളവനും ആയ നീ തിരുവടിയെ പരമേശ്വരനായിട്ട് പറഞ്ഞിരിക്കുന്നു. പ്രണവേ ഖലു, പ്രണവത്തില് നിഷ്കളം ധ്യാനം ഉത്വ, നിഷ്കള ധ്യാനം ഉപദേശിച്ചിട്ട് സകളം ത്വമേവ തത്ര നിജഗാത, സകലനായിട്ട് നിന്തിരുവടിയെ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ന അന്യം, മറ്റാരെയുമല്ല. ഈ ആചാര്യസ്വാമികള് മന്ത്രശാസ്ത്രത്തിന്റെ ആരംഭത്തില് സകലേശ്വരനും കായാമ്പൂവിന് തുല്യമായ കാന്തി വിശേഷമുള്ളവനും ത്രിമൂർത്തികൾക്കും മേലെയുള്ളവനുമായ അങ്ങയെ പരമേശ്വരനായിട്ട് പറഞ്ഞിരിക്കുന്നു. പ്രണവത്തിലെ നിഷ്കളധ്യാനം ഉപദേശിച്ചിട്ട് സകലനായിട്ട് നീ തിരുവടിയെ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, മറ്റൊരാളെ അല്ല. ഇനി 7ാമത്തെ ശ്ലോകം. സമസ്തസാരേ ച പുരാണ സംഗ്രഹേ വിസംശയം തന്മഹിമൈവ വർണ്യതേ ത്രിമൂർത്തിയുക്തവദ ത്രിഭാഗത പരം പദം തേ കഥിതം ന ശൂരിണ. സമസ്തസാരേ പുരാണ സംഗ്രഹേ ച, സമസ്തസാരേ അതായത് എല്ലാ പുരാണങ്ങളുടെയും പുരാണ സംഗ്രഹേ അതായത് സാരാംശപൂർണമായ പുരാണ സംഗ്രഹത്തില് വിസംശയം തന്മഹിമ ഏവ വർണ്യതേ, യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തില് അങ്ങയുടെ മാഹാത്മ്യം തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ത്രിമൂർത്തിയു സത്യവദ ത്രിഭാഗത പരം, ത്രിമൂർത്തികളുടെ സ്ഥാനമായ സത്യലോകത്തിൽ പറയുന്ന 3 സ്ഥാനങ്ങളിൽ നിന്ന് മുകളിൽ ആയിരിക്കുന്നത് തേ പദം കഥിതം, അങ്ങയുടെ വൈകുണ്ഠ പദത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ന ശൂലിന, അല്ലാണ്ട് രുദ്രനെ കുറിച്ചിട്ട് അല്ല. ശ്രീരുദ്രന് അപ്രകാരം ഉന്നതമായ ഒരു സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ പുരാണങ്ങളുടെയും സാരാംശഭൂതമായ പുരാണ സംഗ്രഹത്തില് യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തില് നിൻ തിരുവടിയുടെ മഹാത്മ്യം തന്നെ വർണ്ണിച്ചിരിക്കുന്നു. ത്രിമൂർത്തികളുടെ സ്ഥാനമായ സത്യലോകത്തിൽ പറയുന്ന 3 സ്ഥാനങ്ങളിൽ നിന്നും മുകളിൽ ഇരിക്കുന്നത് അങ്ങയുടെ വൈകുണ്ഠമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രീരുദ്രന് അപ്രകാരം ഉന്നതമായൊരു സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇനി 8ാമത്തെ ശ്ലോകം. യദ്ധാമകൽപൈഹ ഭാഗവതാദ്വിതീയ സ്കന്ദോദിതം അപുരനാവൃതമീശധാത്രേ തൈസൈവ നാമഹരി സർവമുഖം ജഗാദ ശ്രീമാധവ ശിവ പരോപി പുരാണസാരേ. ഹേ ഈശ, അല്ലയോ ഭഗവാനെ, ഇഹ ഭ്രാമകൽപ്പേ, ഈ ഇവിടെ ഭ്രാമകൽപ്പത്തില് ധാത്രേ അനാവൃതം ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തതും ഭാഗവത ദ്വിതീയ സ്കന്ധോജിതം ഭാഗവതത്തിലെ 2ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുള്ളതും യത് ബഭു, യാതൊരു ശരീരമുണ്ടോ തസ്യ ഏവ ഹരി സർവമുഖം നാമ, അതിന് തന്നെ ഹരി ശിവൻ എന്ന് തുടങ്ങിയ പേര്. ശിവപരോപി ശ്രീ മാധവ പുരാണസാരേ ജഗാദ, ശ്രീ മാധവാചാര്യര് ശിവഭക്തനായാലും പുരാണസാരം എന്ന ഗ്രന്ഥത്തില് പറഞ്ഞിരിക്കുന്നു. അല്ലയോ ഭഗവാനെ, ഇവിടെ ഭ്രാമകൽപ്പത്തില് നിൻ തിരുവടി ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തതും ഭാഗവത്തിൽ 2ാമത്തെ സ്കന്ധത്തിൽ പറയപ്പെട്ടതുമായ യാതൊരു ശരീരമുണ്ടോ അതിനെ തന്നെ ഹരി ശിവൻ എന്ന് തുടങ്ങിയ പേര് ശ്രീ മാധവ ആചാര്യൻ ശിവഭക്തനായാലും പുരാണസാരം എന്ന ഗ്രന്ഥത്തില് പറഞ്ഞിരിക്കുന്നു. ഇനി 9ാമത്തെ ശ്ലോകം. ഏസ പ്രകൃത്യനുഗുണാ ഗിരിശം ഭജന്തേ തേഷാം ഫലം ഹൃദയൈവ തദീയ ഭക്ത്യാ യാസോ ഹി തേന കൃതവാനധികാരി ഹേതോ സ്കാന്ധാദികേഷു തവ ഹാനിവദോർത്ഥവാദേ. ഏ സ പ്രകൃത്യനുഗുണാ ഗിരിശം ഭജന്തേ, ഏവരെ സ്വപ്രകൃതി അനുഗുണ ഗിരിശം ഭജന്തേ, അതായത് അവരവരുടെ വാസനയ്ക്കൊത്ത് ശിവനെ സേവിക്കുന്നുവോ തേഷാം ഹി, അവർക്കാകട്ടെ ദൃഢയാ തദീയ ഭക്ത്യ ഏവം ഫലം, അതായത് അവരുടെ ഉറച്ച ശിവഭക്തി കൊണ്ട് തന്നെ ഫലസിദ്ധിയും ഉണ്ടാകുന്നു. ഉറച്ച ഭക്തിക്ക് ഫലസിദ്ധി ഉണ്ട് എന്നുള്ളതാണ്. തേന ഹി വ്യാസ അധികാരി ഹേതോ, അതുകൊണ്ട് വ്യാസൻ ആ അധികാരികൾക്ക് വേണ്ടിയിട്ട്
അവരുടെ സൗകര്യം നോക്കിയിട്ട് സ്കാന്താദി പുരാണങ്ങളിലെ അർത്ഥവാദൈത്തവ കൃതവാൻ അർത്ഥവാദങ്ങളെ കൊണ്ട് അങ്ങക്ക് താഴ്മയെ പറഞ്ഞിരിക്കുന്നു, അത്രമാത്രം. ഏവർ തങ്ങളുടെ വാസനയ്ക്കൊത്ത വിധം ശിവനെ സേവിക്കുന്നുവോ അവർക്കാകട്ടെ അവരുടെ ആ ഉറച്ച ശിവഭക്തി കൊണ്ട് തന്നെയാണ് ഫലസിദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് വ്യാസൻ ആ വകാധികാരികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ദൃഢമായി ആരാധിക്കുവാനുള്ള സൗകര്യം നോക്കി സ്കാന്താദി പുരാണങ്ങളിൽ അർത്ഥവാദങ്ങളെ കൊണ്ട് അങ്ങക്ക് താഴ്മയെ പറഞ്ഞിരിക്കുന്നു, അത്രമാത്രം. ഇനി 10ാമത്തെ ശ്ലോകം. ഭൂതാർത്ഥ കീർത്തി അനുവാദ വിരുദ്ധവാദോ ത്രേതാർത്ഥവാദഗതയ ഖലു രോചനാർത്ഥ സ്കാന്താദികേഷു ബഹുവോത്ര വിരുദ്ധവാദ ത്വത്താമസത്വപരിഭൂത്യവശിക്ഷണാദ്യ. ഭൂതാർത്ഥ കീർത്തി അനുവാദ വിരുദ്ധവാദോ, സത്യമായത് കീർത്തിക്കുക, വിരുദ്ധമായ ഗുണം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കുക, ഉള്ളതിന് വിപരീതം പറയുക. അങ്ങനെയുള്ള അർത്ഥവാദഗതയ രോചനാർത്ഥ ഖലു, അതായത് ഇങ്ങനെ അർത്ഥവാദം 3 വിധത്തിലുള്ളതും വെറും വർണ്ണ വസ്തുവിൽ കൂടുതൽ രുചി കൈവളർത്തുവാൻ മാത്രം ഉള്ളവയും ആകുന്നു. അത്ര സ്കാന്താദികേഷു ത്വത്താമസത്വ പരിഭൂത്യ ഉപശിക്ഷണാദ്യ ബഹവ വിരുദ്ധവാദ. ഇവിടെ സ്കാന്താദി പുരാണങ്ങളിലെ വിഷ്ണുവിന് തമോ ഗുണം ഉണ്ടെന്നും പരാധീനമായെന്നും ഉപദേശിക്കപ്പെട്ടു എന്നും മറ്റുമുള്ള അനേക മൊഴികൾ മുൻപറഞ്ഞ വിരുദ്ധവാദമാകുന്നു. ഉള്ളതിന് വിപരീതമായി പറയുക, അതാണ് വിരുദ്ധവാദം. സത്യമായത് കീർത്തിക്കുക, വിരുദ്ധമായ ഗുണം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കുക, ഉള്ളതിന് വിപരീതം പറയുക, ഇങ്ങനെ അർത്ഥവാദം 3 വിധത്തിലുള്ളതും വെറും വർണ്ണ വസ്തുവിൽ കൂടുതൽ രുചി കൈവളർത്തുവാൻ മാത്രമുള്ളവയുമാകുന്നു. ഇവിടെ സ്കാന്താദി പുരാണങ്ങളിൽ വിഷ്ണുവിന് തമോ ഗുണമുണ്ടെന്നും പരാജിതനായെന്നും ഉപദേശിക്കപ്പെട്ടു എന്നും മറ്റുമുള്ള അനേക മൊഴികൾ മുൻ പറഞ്ഞ വിരുദ്ധവാദമാകുന്നു, അതായത് ഉള്ളതിന് വിപരീതമായി പറയുക. ഇനി 11ാമത്തെ ശ്ലോകം. യത്കിഞ്ചിദപ്യവിദുഷാമി വിഭോമയോക്തം തന്മന്ത്രശാസ്ത്രവചനാദി അഭിദൃഷ്ടമേവ വ്യാസോക്തിസാരമയ ഭാഗവതോപഗീത കേശാമിസൂയ കുരു ഭക്തി പരമ്പരാത്മൻ. ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, അവിദുഷ അപി മയാ യത്കിഞ്ചിത് അഭിയുക്തം, അറിവില്ലാത്തവനായാലും ഞാൻ എന്തൊക്കെയോ ചിലത് പറഞ്ഞു പോയി. അത് ആരാ പറയണത്? മേൽപ്പത്തൂരാ പറയണത്. എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നുള്ളത്. മന്ത്രശാസ്ത്ര വചനാദി, അതായത് അത് മന്ത്രശാസ്ത്ര വചനാദികളിലെ ദൃഷ്ടം ഏവ, കണ്ടിട്ടുള്ളവ തന്നെ ആകുന്നു. വ്യാസോക്തി സാരമയ ഭാഗവതോപഗീത, വ്യാസമഹർഷി പറഞ്ഞ പുരാണങ്ങളിൽ സാരഭൂതമായ ഭാഗവതത്തിലെ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്ന ഹേ പരമാത്മൻ, അല്ലയോ ഗുരുവായൂരപ്പ, ത്വം ക്ലേശാൻ വിധൂയ, അവിടുന്ന് എൻ്റെ ക്ലേശങ്ങളെ ഇല്ലാണ്ടാക്കി തന്നാലും ഭക്തിപരം കുരു, എനിക്ക് ഉറച്ച ഭഗവത് ഭക്തി ഉണ്ടാക്കി തരണമേ. അത് ആരാ പറയുന്നത്? മേൽപ്പത്തൂര് പറയുന്നതാണ്. വിഭുവായ ഭഗവാനെ, അറിവില്ലാത്തവനായാലും ഞാൻ എന്തോ ചിലതൊക്കെ പറഞ്ഞു പോയി. അത് മന്ത്രശാസ്ത്ര വചനാദികളിൽ കണ്ടിട്ടുള്ളത് ആകുന്നു. വ്യാസമഹർഷി പറഞ്ഞ പുരാണങ്ങളിൽ സാരഭൂതമായ ഭാഗവതത്തിൽ പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്ന പരമാത്മാവായ ഗുരുവായൂരപ്പ, അവിടുന്ന് എല്ലാ ക്ലേശങ്ങളും നീക്കിക്കളഞ്ഞ് ഉറച്ച ഭഗവത് ഭക്തി എനിക്കുണ്ടാക്കി തരണമേ. ഇനി നമുക്ക് ശ്ലോകങ്ങൾ ഒന്നിച്ചു വായിക്കാം. ദശകം 90 വിഷ്ണു മഹത്വ സ്ഥാപനം. മൃഗഭൃഗുമുനിമോഹിന്യംബരീഷാദിവൃത്തേഷു അയിതവ ഹി മഹത്വം സർവശർവാദിചൈത്രം സ്ഥിതമിവ പരമാത്മൻ നിഷ്കളാവാകഭിന്നം യമിവേ തവ പാദം തഥ്യരൂപം തവൈവ. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചഗമ്യ പ്രാഹുപരാമവ പുരേവ സദാശിവോസ്മിൻ
തത്രേശ്വരസ്തു സവികുണ്ഠവദസ്തമേവ ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ തത്രാപി സാത്വികതനം തവ വിഷ്ണുമാഹോ ധാതാ തു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വോ കടത്വമപി ചാസ്തി തമോ വികാര ചേഷ്ടാധികം ച തവ ശങ്കരനാമ്യമൂർത്തോ ത്വം ച ത്രിമൂർത്യധിഗതം പരപൂരുഷം ത്വാം സർവാത്മനാഭി ഖലു സർവമയത്വഹേതോ സംസിന്ധ്യുപാസനമിതോ തദവിശ്വതസ്തു തത്രൂപമിത്യതി ദൃഢം ബഹുനാ പ്രമാണം ശ്രീശങ്കരോപി ഭഗവാൻ സകലേഷു താവത് ത്വാമേവ മായകിയോ ന ഹി പക്ഷപാതേ തന്നിഷ്ടമേവ സഹി നാമ സഹസ്രകാലേ യാഥാ ഭവസ്തുതി പരസ്യ ഗതിം യതോന്തി മൂർത്തിത്രയാദികമുവാച ച മന്ത്രശാസ്ത്ര ശാദോക്കളായ സുഷമം സകലേശ്വരം ത്വാം ധാനന്ത നിഷ്കളമസോ പ്രണവേ ഖലു ത്വാമേവ തത്ര സകളം നിജഗാദനാന്യം സമസ്തസാരേ ച പുരാണ സംഗ്രഹേ വിസംശയം ത്വന്മഹിമൈവ വർണ്യത്തെ ത്രിമൂർത്തിയു സത്യപദ ത്രിഭാഗത പരം പദം തേ കഥിതം ന ശൂരിന യബ്രാഹ്മകൽപയ ഭാഗവത ദ്വിതീയ സ്കന്ധോദിതമപുരനാവൃതമീശധാത്രേ തസ്സൈവ നാമ ഹരി സർവമുഖം ജഗാദ ശ്രീമാധവ ശിവപരോപി പുരാണസാരേ ये स्वप्रकृत्यनुगुणा गिरिशं भजन्ते तेषां बलं विदृढेव तदीयभक्त्या यासो हि तेन कृतवान् अधिकार्येषु स्कान्दादिकेषु तव हानिवचोऽर्थवादे भूतार्थकीर्त्यनुवादविरुद्धवादो त्रेतार्थवादगदय खलु रोचनार्थ स्कान्दादिकेषु बहोऽत्र विरुद्धवादा तुत्ताम तत्त्वपरिभूत्यवशिक्षणाद्या यत्किञ्चिदप्यविदुषाभि विभोमयोक्तं तन्मन्त्रशास्त्रवदनादि अनिदृष्टमेव यासोक्तिसारमय भागवतोपगीता तेषां विधूय पुरुभक्तिपरम्परात्मन् श्रीहरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇനി അടുത്ത ദശകം നമുക്ക് പിന്നെ പഠിക്കാം. ഹരിയോ ഹരിയോ തത്സത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും അടുത്ത വായനയായിട്ട് വരുന്നവരേക്കും ബൈ.